എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഴ നല്ല തകർത്ത് പെയ്യാണ്. ഇന്ന് നമ്മൾ തണ്ണിമത്തൻ കൊണ്ടുള്ള ഒരു 2-in-1 ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ തണ്ണിമത്തൻ പീസായിട്ട് കട്ട് ചെയ്തു. നമ്മൾ 2 ടൈപ്പ് ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്നുണ്ടാക്കുന്നത് ഉള്ളിലുള്ള ചുമന്ന പോർഷൻ കൊണ്ടും രണ്ടാമത്തെ ടൈപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ള പോർഷൻ കൊണ്ടുമാണ്. അതിനായിട്ട് നമ്മൾ ആ പച്ച തൊലി മാറ്റിയിട്ട് വെള്ള ഭാഗം ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അത് കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു നല്ല കോട്ടൺ വെച്ചിട്ട് അതിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത തണ്ണിമത്തൻ്റെ പീസസ് വെച്ചിട്ട് പിഴിഞ്ഞെടുത്ത് വെള്ളം കളയുകയാണ് ചെയ്യുന്നത്. ആ വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ്. ഈ വെള്ളം കളഞ്ഞ ഗ്രേറ്റ് ചെയ്ത പോർഷൻ നമ്മൾ എടുത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. പഞ്ചസാര, കസ്റ്റാർഡ് പൗഡർ, ഗ്രേറ്റ് ചെയ്ത തണ്ണിമത്തൻ, നട്ട്സ്, ഏലക്ക പൊടിച്ചത്, കുറച്ച് ചെറിയ സാഷെ മിൽക്ക് പൗഡർ, ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയതിന് ശേഷം നമ്മളതിൽ ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത തണ്ണിമത്തനിട്ട് നല്ലപോലെ വഴറ്റുക. ഒരു 1-2 മിനിറ്റ് വഴറ്റിയ ശേഷം അടച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും വഴറ്റുക. എന്നിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. അതിനുശേഷം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പഞ്ചസാര അലിഞ്ഞ് മിക്സ് ആവും. മധുരം നോക്കിയിട്ട് പഞ്ചസാര വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക. അതിനുശേഷം ഒരു 20 ഗ്രാംസ് മിൽക്ക് പൗഡർ ഇട്ടിട്ട് ഇളക്കുക. പിന്നെ ഏലക്ക പൊടിച്ചത് ചേർക്കുക. നട്ട്സ് ചെറുതായിട്ട് ക്രഷ് ചെയ്തത് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കുക. ഇടയ്ക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കാവുന്നതാണ്. കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോഴത്തേക്ക് ഹൽവ കുറുകി വരുന്നതാണ്. കുറച്ചുകൂടി നെയ്യ് ചേർത്തിട്ട് ഇളക്കുക. ഹൽവയിൽ നിന്ന് നെയ്യ് തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായി കഴിഞ്ഞു. സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർന്ന് വയ്ക്കാം. ചൂടോടുകൂടിയാണെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ തണുത്ത ശേഷവും കഴിക്കാം. 2-in-1 ഹൽവയിലെ നമ്മുടെ 1ാമത്തെ ഹൽവ റെഡിയാണ്. 2ാമത്തെ ഹൽവയുമായി നാളെ കാണാം. താങ്ക് യു.